ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം മുമ്പിൽ കരയുകയും നിലവിളിക്കുകയും കാത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ അവരുടെ വിഷയങ്ങളിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല ദൈവം ചെയ്യുന്നത്. അവർ കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് ശേഷം വിശാലമായ ദൈവികമായ പദ്ധതികളിലൂടെ നടത്താനാണ് ദൈവം താല്പര്യപ്പെടുന്നത്. ദുഃഖകരമെന്ന് പറയട്ടെ, പല ആളുകൾക്കും അതനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ അറിവ് അവർക്ക് പകർന്നു കിട്ടുന്നില്ല. ദൈവവചനത്തിൽ നിന്ന് അവരത് മനസ്സിലാക്കുന്നില്ല. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, അപ്പം ഒരു പ്രശ്നം, ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് ദൈവം മുമ്പിലേക്ക് പോകുന്നത്. പക്ഷെ ദൈവം ആ പ്രശ്നത്തിന് പരിഹാരം തരിക മാത്രമല്ല, ആ വ്യക്തിയെ മുൻപോട്ടുള്ള ജീവിതത്തിൽ തൻ്റെ പദ്ധതികളിലൂടെയും ഹിതത്തിലൂടെയും നടത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷെ അത് അനുഭവിക്കണമെങ്കിൽ, അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറണമെങ്കിൽ ദൈവത്തിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരും അതിനനുസരിച്ച് ജീവിക്കുന്നവരുമായി മാറണം. ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഞാനത് നിങ്ങളോട് മനസ്സിലാക്കി തന്നിട്ട് 40-ാം സങ്കീർത്തനത്തിൻ്റെ ധ്യാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പണ്ട് നീ എന്തിനാണ് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത്, നീ എന്തിനാണ് ദൈവസന്നിധിയിലേക്ക് ഇറങ്ങിയത് എന്നൊക്കെ എന്നോട് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, എൻ്റെ അപ്പൻ്റെ മദ്യപാനം മാറ്റിയതുകൊണ്ടും എൻ്റെ കുടുംബത്തിൻ്റെ അസമാധാനങ്ങൾ മാറ്റിയതുകൊണ്ടും എനിക്ക് സമാധാനം തന്നതുകൊണ്ടും ഞാൻ കർത്താവിനെ സേവിക്കാനായിട്ട് ഇറങ്ങി. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പം കുറച്ചുകൂടി ആഴമായി ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തോടു കൂടി യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ചിന്താഗതികളെല്ലാം തിരുത്തപ്പെട്ടു. പിന്നീട് ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, യേശു ക്രിസ്തുവിലൂടെ ലഭ്യമായ രക്ഷയുടെ സന്തോഷവും ആ പുത്രത്വത്തിൻ്റെ പദവിയും ആ നിത്യതയെക്കുറിച്ചുള്ള ആ ഒരു വലിയ വെളിപ്പാടും, അല്ലെങ്കിൽ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന കർത്താവായ യേശു ക്രിസ്തു, അതുകൊണ്ടാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞത്, അവിടുത്തെ സ്നേഹിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്നത്. അപ്പം ശരിക്കും നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഒരു മാറ്റം അനിവാര്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ യേശുവിനെ വെറും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവനായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ടുള്ള ഒരു ഉപകരണമായി മാത്രം, ഒരു ഉപകരണം പോലെ മാത്രമായിട്ടും നമ്മൾ കാണുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകും. ഇന്ന് പലയിടത്തും യേശു കർത്താവിനെ പ്രസൻറ്റ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു തരത്തിൽ അതൊക്കെ സത്യമാണെങ്കിലും ശരിയായ നിലയിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിൽ നമ്മൾ പിന്നീട് പരാജയപ്പെടും, ദുഃഖിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പല വഴികളിലും മാറി യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കിയാണ് ഈ 40-ാം സങ്കീർത്തനത്തിൻ്റെ ധ്യാനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനെക്കുറിച്ച് ആഴമായ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. 40-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഒരു മശിഹൈക സങ്കീർത്തനമാണ്, മെസ്സയാനിക് സാമാണ്. ദാവീദാണ് ഇതിൻ്റെ എഴുത്തുകാരനെങ്കിലും ഈ സങ്കീർത്തനം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സങ്കീർത്തനമാണ്. ഇതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള സങ്കീർത്തനമാണ്. ധാരാളം പാട്ടുകൾ ഈ സങ്കീർത്തനത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു വന്നു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികൾ നാശകരമായ കുഴി പോലെയും കുഴഞ്ഞ ചേറ് പോലെയുമാണ്. നമ്മൾ ഈ പാപത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പാപം കുഴഞ്ഞ ചേറ് പോലെയാണ്. പാപത്തിൽ നിന്ന് കരകയറി വരാൻ ഒരു വ്യക്തി സ്വയമായി എത്ര ശ്രമിച്ചാലും ആ വ്യക്തിക്ക് ഒരിക്കലും സ്വയം കയറി വരാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ചിലരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും അങ്ങനെ തന്നെയുള്ളതാണ്. ഒരിക്കലും കരകയറി വരുവാൻ കഴിയാത്തവണ്ണമുള്ള ചേറിൻ്റെ അവസ്ഥ. അതായത് മുകളിലേക്ക് പൊങ്ങാൻ എത്രത്തോളം പരിശ്രമിക്കുന്നു അത്രത്തോളം വീണ്ടും താഴേക്ക് പോകും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുടുംബങ്ങൾ, ഒത്തിരി പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചിലരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, ചിലർ ഇത്തരത്തിലുള്ള നാശകരമായ കുഴഞ്ഞ ചേറിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അപ്പം ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം നമുക്ക് എങ്ങനെയാണ് നേടാനായിട്ട് പറ്റുന്നത്? അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ?
കാത്തിരുന്ന, നിലവിളിച്ച, കുഴഞ്ഞ ചേറിൽ കിടന്നവനെ, അവനെ തൽക്കാലത്തേക്ക് അവൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് പരിഹരിച്ച്, ഓക്കെ, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു, അല്ലെ നിന്നെ ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല. ഈ സങ്കീർത്തനത്തിൻ്റെ ആഴമായ ഒരു ആത്മീക വെളിപ്പാടിലേക്ക് നമ്മൾ വരുമ്പോൾ ഉറപ്പുള്ള പാറമേൽ നിർത്തി. അതായത് ഈ കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്നവന് എന്തെല്ലാം അവിടെ ഇട്ടുകൊടുത്താലും അവൻ കിടക്കുന്നത് ചേറ്റിൽ തന്നെയാണ്, അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. പക്ഷേ ഇവിടെ ഒരു വ്യക്തിയുടെ ആത്മീകമായ അവസ്ഥകൾക്ക് വ്യത്യാസമാണ്. ഒന്നാമത് അവനെ ഒരു പാറമേൽ നിർത്തി. സത്യത്തിൽ ഈ പാറ ആരാണ്? അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അതായത് ഈ കുഴഞ്ഞ ചേറിൻ്റെ അവസ്ഥകൾ മാറണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവെന്ന പാറമേലേക്ക് ഒരു വ്യക്തി എത്തണം. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ആ ഒരു സമാധാനവും വിടുതലും യഥാർത്ഥമായി അനുഭവിക്കുവാനായിട്ട് കഴിയണം. പ്രത്യേകിച്ച് ഒത്തിരി പേരൊക്കെ ഈ പാരമ്പര്യ ശാപബന്ധനങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവരുണ്ട്. അതൊക്കെ ശരിക്കും ഒരു കുഴഞ്ഞ ചേറിൻ്റെ അവസ്ഥയാണ്. വേദപുസ്തകം പഠിച്ചാൽ ശാപമുണ്ടോ? തീർച്ചയായിട്ടും ശാപങ്ങളുണ്ട്. എന്താണ് ശാപകാരണം? ഞാൻ ഇതുവരെ ഈ ശാപത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു സമയത്ത് നമുക്ക് ചിന്തിക്കാം. വേദപുസ്തകത്തിൽ ശാപമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ പുരാതനമായ ഒരുപാട് കുടുംബങ്ങൾ എടുത്താൽ വ്യക്തമായി മനസ്സിലാകും ഒട്ടുമിക്ക കുടുംബങ്ങളിലും ശാപമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ശാപം ഈ പുരാതനമായ കുടുംബങ്ങളിലും തലമുറകളിലുമൊക്കെ പിന്തുടരുന്നത്? ഈ പുരാതനമായ കുടുംബങ്ങളിൽ മാത്രമല്ല, അല്ലാത്ത കുടുംബങ്ങളിലും ഉണ്ട് കേട്ടോ. അതിൻ്റെ കാരണം ഒരിക്കലും ശാപം വെറുതെ വരുന്നതല്ല. ഒന്ന്, സത്യദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ ആഭിചാരങ്ങളിലും മറ്റ് അന്യ മേഖലകളിലുമൊക്കെ ആശ്രയിച്ച് പോകുന്നത് കൊണ്ട് ശാപം വരുന്നു. രണ്ട്, പണ്ടത്തെ പുരാതന കുടുംബങ്ങൾ കൈയടക്കിയും വെട്ടിപ്പിടിച്ചും പാവങ്ങൾക്ക് കൂലി കൊടുക്കാതെയും ഒത്തിരി പേരെ കരയിപ്പിച്ചും അന്യായമായി സമ്പാദിച്ചതും ദുർനടപ്പുകൾ, വ്യഭിചാരങ്ങൾ, നീതിയില്ലാതെയുള്ള പെരുമാറ്റങ്ങൾ, കൂലി കൃത്യമായിട്ട് കൊടുക്കാതിരിക്കുക, ഇതെല്ലാം ജനറേഷനിലേക്ക് വരുമ്പോൾ അതൊരു ശാപമായി മാറുകയാണ്. അപ്പം ഈ ഒരു ശാപത്തിൻ്റെ പ്രശ്നം മാറാൻ നമ്മൾ പ്രാർത്ഥിക്കും. ഫോർ എക്സാമ്പിൾ, ഈ ശാപമുള്ള കുടുംബങ്ങളിലെ അടയാളങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ തുടർച്ചയായി മിസ്കാരേജ് ആകുന്നു, കുടുംബജീവിതത്തിൻ്റെ അകത്ത് സ്ഥിരതയില്ലാതെയാകുന്നു, വിട്ടുമാറാത്ത രോഗങ്ങൾ, ഇതെല്ലാം പലതും ശാപലക്ഷണങ്ങളാണ്. ഞാനതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ ഈ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അത് മാറണം, ഇത് മാറണം, അത് മാറണം. പക്ഷേ ബേസിക്കലി ഈ പ്രശ്നം മാറുന്നില്ല. ഈ പ്രശ്നം മാറാത്തിടത്തോളം കാലം വിടുതൽ കിട്ടുന്നില്ല. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ മാറും? ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവാണ്. കാൽവറി ക്രൂശിൽ അവിടുന്ന് ചൊരിഞ്ഞ ആ രക്തത്തിലൂടെ ലഭ്യമാകുന്ന വിമോചനവും സ്വാതന്ത്ര്യവും ഒരു വ്യക്തി യഥാർത്ഥമായി അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ അവൻ അതിൽ നിന്നുള്ള വിടുതലായി, അതായത് ആ വ്യക്തി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അതേ മാനസാന്തരപ്പെട്ട് വേർപാടിലും വിശുദ്ധിയിലും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുമുള്ള ഒരു ജീവിതത്തിലേക്ക് അവൻ വരുമ്പോൾ ഈ ശാപബന്ധനങ്ങളെ ദൈവം അവൻ്റെ ജീവിതത്തിൽ നിന്ന് അഴിച്ചു കളയും. അതാണ് നാശകരമായ കുഴി, അതാണ് കുഴഞ്ഞ ചേറ് എന്ന് പറയുന്നത്. അപ്പം ഈ പിന്നെ ഒത്തിരി സൈഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പാപത്തിൻ്റെ സ്വഭാവങ്ങൾ, ഇതൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ശ്രദ്ധിക്കുക, ഈ നാശകരമായ കുഴിയിൽ കിടക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? അവനെ ഉറപ്പുള്ള പാറമേൽ നിർത്തി. അതായത് ക്രിസ്തുവാണ് ഉറപ്പുള്ള പാറ. അപ്പം ശരിക്കും യേശു ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി വരാത്തിടത്തോളം കാലം അവൻ ഒരിക്കലും വിടുതൽ കിട്ടത്തില്ല. എവിടെ പ്രാർത്ഥിക്കാൻ പോയാലും, ആരെയെല്ലാം വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാലും, എങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചാലും ഇതൊരു ചെറിയൊരു കാര്യമല്ല. യഥാർത്ഥമായ ക്രിസ്തുവിലൂടെയുള്ള ആ ഒരു ബന്ധത്തിൽ, ആ ഒരു പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവിക ജീവൻ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് അതിൻ്റെ പൂർണ്ണതയിൽ കടന്നു വരുമ്പോൾ മാത്രമാണ് സ്ഥിരമായൊരു വിടുതൽ ഈ വിഷയത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. അടുത്തത്, എൻ്റെ ഗമനത്തെ അവിടുന്ന് സ്ഥിരമാക്കി. നോക്കുക, പാറമേൽ നിർത്തി ഗമനത്തെ, അതെ, എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി. കണ്ടോ, കാലുകളെ ഉറപ്പിച്ചു, വഴിയെ ദൈവം ശരിയാക്കി, വായിൽ പുതിയൊരു പാട്ട് തന്നു. ദൈവത്തിന് സ്തുതി തന്നെ. അതായത് ആരാധനയുടെ രീതികൾ മാറി. ദൈവിക സ്തുതിയും ആരാധനയും ആ വ്യക്തിയുടെ നാവിൻ്റെ മേൽ ദൈവം നൽകിക്കൊടുത്തു. ഇനിയും അടുത്തത്, പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ദൈവം ഒരു വ്യക്തിയെ വിടുവിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ അനേകർ ദൈവിക വിടുതലുകൾ അനുഭവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഉദ്ദേശവും. ഞാനിത് വളരെ നാളുകൾക്ക് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ ദൈവം ഒരാളെ വിടുവിക്കുമ്പോൾ ആ വിടുവിക്കപ്പെട്ടവനിലൂടെ അനേകർ പിന്നീട് വിടുവിക്കപ്പെടുവാനുള്ള ഒരു ഉപാധിയാക്കി ആ വ്യക്തികളെ ദൈവം മാറ്റും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒത്തിരി തകർച്ചയിലൂടെ കടന്നുപോയ ഒരാളാണ്. എൻ്റെ ബാല്യകാലങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും ദൈവത്തോട് ചോദിക്കുമായിരുന്നു, എന്തിനാ കർത്താവേ എന്ന്. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അനേക തകർന്നവർ നമ്മിലൂടെ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും ഈ നിത്യതയുടെ സന്തോഷത്തെയും ഒക്കെ അനുഭവിക്കുമ്പോൾ, അനേകർക്ക് ആശ്വാസമാകുമ്പോൾ, ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം, തകർന്ന ജീവിതത്തെ പണിയുന്നവൻ മാത്രമല്ല നമ്മുടെ കർത്താവ്. അതെ, ആ പണിതതിലൂടെ ആ പണിയുന്നവരെ അല്ലെങ്കിൽ താൻ ഒരുക്കിയെടുക്കുന്നവരെ മറ്റുള്ളവരെ കൂടി ഒരുക്കുവാൻ തക്കവണ്ണം അവരെ ആക്കി തീർക്കുന്ന ഒരു പ്രത്യേക ദൈവ പദ്ധതി ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. അടുത്തത്, ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ആ ഒരു രക്ഷയുടെ പൂർണ്ണതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ സങ്കീർത്തനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? 5-6 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ, ദൈവമേ അവിടുന്ന് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ എണ്ണാൻ പറ്റാത്തതാണ്. എന്നോടുള്ള ഞങ്ങൾക്ക് വേണ്ടിയുള്ള വിചാരങ്ങൾ ഭയങ്കരമാണ്. എന്താണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ? നമുക്ക് കാറ് തന്നതോ, നമുക്ക് വീട് തന്നതോ, നമുക്ക് വണ്ടി തന്നതോ, നഷ്ടപ്പെട്ടു പോയ ജീവിതം നമുക്ക് മടക്കി തന്നതോ ആണോ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വിചാരങ്ങൾ? ഒരിക്കലുമല്ല. പ്രിയരെ, 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളൊരു വിചാരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? നമ്മുടെ അനുഗ്രഹം എന്താണ്? മഹത്വത്തിൻ്റെ പൂർണ്ണതയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നതാണ് സമ്പത്ത്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടം, ദാവീദ് അന്ന് താൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ താൻ ആത്മീക വെളിപ്പാടിൽ അല്ലെങ്കിൽ പ്രവചന ശബ്ദത്തിൽ മശിഹയെക്കുറിച്ച് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അത് കാണാൻ, അത് അനുഭവിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരു തലമുറയിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. എന്താണ് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൻ്റെയും ഈ ഒരു പുതിയ നിയമ കാലഘട്ടത്തിൻ്റെയും പ്രത്യേകത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പുത്രത്വം എന്നവർ പറയുന്ന ഒരു പദവി ലഭ്യമായവരാണ് നമ്മൾ ഓരോരുത്തരും. അതായത് പരിശുദ്ധാത്മാവിനെ എന്തിനാണ് നമ്മുടെ ഉള്ളിൽ തന്നേ? ചിലർ ചിന്തിക്കുന്നത് കൊട്ടാനും പാടാനും തുള്ളിച്ചാടാനും ആണെന്നാണ്. ഒരിക്കലുമല്ല. പരിശുദ്ധാത്മാവ് പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ എന്തിനാണ് ദൈവം തന്നത്? അതെ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം സ്വപുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്നതിനും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഈ ഒരു പുതിയ നിയമ കാലഘട്ടം എന്ന് പറയുന്നത്. എന്താ? ഈ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ ഹനനയാഗവും ഭോജനയാഗവും അവിടെ നിശ്ചയിച്ചില്ല. നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഈ യാഗങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിതിനു മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നോൺ അരോമാറ്റിക് എന്ന് പറയുന്ന സൗരഭ്യവാസനയുള്ളതും സൗരഭ്യവാസന ഇല്ലാത്തതുമായ യാഗങ്ങൾ. ഈ 5 വിധ യാഗങ്ങളും ന്യായപ്രമാണ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിക്കൊടുത്തു. എന്തിനാണ് നൽകിക്കൊടുത്തത്? അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടും പാപത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാകുവാൻ. പക്ഷെ കാലങ്ങൾ മുൻപോട്ട് പോയപ്പം ആമോസ്, ഹോശയ, മീഖ, ഈ പ്രവാചകന്മാരുടെ, അവരൊക്കെ 8th സെഞ്ച്വറി പ്രൊഫറ്റ്സ് ആണ്. BC 8-ാം നൂറ്റാണ്ടിലെ പ്രവാചകന്മാരാണ്. BC 8-ാം നൂറ്റാണ്ടിനെ കുറിച്ചൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. സാമ്പത്തികമായും സാമൂഹികമായിട്ടുമൊക്കെ ഇസ്രായേൽ ഏറ്റവും ഉന്നതമായ ഒരു നിലയിലേക്ക് എത്തിയ ഒരു സമയമാണ്. ധാരാളം പണം അവർക്കുണ്ടായി, സൗകര്യങ്ങളുണ്ടായി, നല്ല വീടുകളുണ്ടായി. അന്നേരം അവരെന്താ ചെയ്തതെന്നറിയാമോ? ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു. നീതിയില്ലാതെ, ന്യായമില്ലാതെ, മറ്റുള്ളവൻ്റെ പിടിച്ചു പറിച്ച് തോന്നുന്ന വണ്ണമുള്ള ജീവിതമെല്ലാം നയിച്ച് അവർ പിന്നെ യാഗങ്ങൾ മുടക്കാതെ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ ചിന്ത എന്താ? എത്ര പാപം ചെയ്താലും, എന്ത് കൊള്ളരുതായ്മ ചെയ്താലും പോയി യാഗം കഴിച്ചാൽ ഈ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും. അപ്പോൾ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി, ഇത് വെറും ചടങ്ങായി മാറുകയാണ്. ഈ യാഗങ്ങൾ തുടർന്നു പോകുന്നത് കൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങളുടെ ഹനനയാഗങ്ങൾ എന്തിന്? അതിൻ്റെ ബാഹുല്യത്തിൽ ഞാൻ പ്രസാദിക്കുമോ? 1000 ആട്ടുകൊറ്റൻ, തൈല നദികൾ, ഇതിലൊക്കെ ദൈവം പ്രസാദിക്കുമോ? ഇല്ല.
അതുകൊണ്ട് ദൈവം എന്താ ചെയ്തത്? പ്രവാചകനായ യെഹെസ്കേലിൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഞാൻ കല്ലായവരുടെ ഹൃദയം നീക്കി മാംസളമായ ഹൃദയം ഞാൻ അവരുടെ ഉള്ളിലാക്കും. എൻ്റെ ആത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിൽ പകർന്ന് എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. പ്രിയരെ, ഇനിയും ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിനും നമ്മുടെ നിത്യജീവനുമായും ഒരു യാഗത്തിൻ്റെയും ആവശ്യമില്ല. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായം നന്നായി ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ എബ്രായ ലേഖനകർത്താവ് ഈ സങ്കീർത്തനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഇത് നിവർത്തിക്കപ്പെട്ടത് എവിടെയാണ്? യേശു ക്രിസ്തുവിലാണ്. അതായത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പഴയ നിയമ പ്രവാചകന്മാർക്ക് ദൈവം വെളിപ്പെടുത്തിയതനുസരിച്ച് യേശു കർത്താവ് താണഭൂമിയിലേക്ക് ഇറങ്ങി. അവിടുന്ന് നമുക്ക് പകരക്കാരനായി പുതിയ നിയമത്തിൻ്റെ മഹാപുരോഹിതനായ ക്രിസ്തു തൻ്റെ ശരീരം, തൻ്റെ രക്തം അവിടുന്ന് കാൽവറിയിൽ അർപ്പിച്ച് എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഇതാ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് 2-ാമത്തേതിനെ സ്ഥാപിക്കുവാൻ 1-ാമത്തേതിനെ നീക്കിക്കളഞ്ഞു. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ, കാൽവറി ക്രൂശിലെ ബലിമരണത്താൽ സദാകാലത്തേക്കുമുള്ള വിശുദ്ധീകരണം സാധ്യമായി തീർന്നിരിക്കുകയാണ്. ഇനിയും ഒരു യാഗങ്ങളുടെ ആവശ്യമില്ല. ഇനിയും എന്തെങ്കിലും ചടങ്ങുകളുടെയോ രക്ഷയ്ക്കായിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനകളുടെയോ ഒന്നും ആവശ്യമില്ല. നിത്യതയിലേക്കുള്ള വഴി കർത്താവ് നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, യേശുവിനെ ഏകരക്ഷകനായി, ഏക കർത്താവായി ജീവിതത്തിൻ്റെ അകത്ത് സ്വീകരിച്ച് അവിടുന്ന് പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും പരിശുദ്ധാത്മാ ആ നിറവിലുമുള്ള ജീവിതം നയിച്ച് നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പം ശരിക്കും ഈ അത്ഭുത പ്രവർത്തികളെ നമുക്ക് വർണ്ണിച്ചാലും തീരത്തില്ല. ഇത് പ്രവചനാത്മാവിൽ ദാവീദ് കണ്ടതിന് ശേഷം ദാവീദ് പറയുന്ന വാക്കുകളാണ് ഈ സങ്കീർത്തനത്തിലെ വാക്കുകൾ. ദൈവത്തിന് സ്തോത്രം. അടുത്തത് 9-10 വാക്യങ്ങളിലേക്കൊക്കെ, ഈ 40-ൻ്റെ 9-10 വാക്യങ്ങളിലേക്കൊക്കെ പറയുമ്പോൾ, മഹാസഭയിൽ നിൻ്റെ നീതിയെ ഞാൻ പ്രസംഗിച്ചു. അടുത്തത്, അവിടുത്തെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ മറച്ചു വെച്ചിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തത് 12, 13, 14 വാക്യങ്ങളിലേക്കൊക്കെ വരുത്തുവാൻ നമ്മൾ വരുമ്പോൾ അവിടെ അനർത്ഥങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനെയൊക്കെ യേശുവിൻ്റെ ഈ ഐഹിക കാലത്തെ കഷ്ടതകളായും അവിടുന്ന് അനുഭവിച്ച ആ പ്രശ്നങ്ങളായും അവിടുന്ന് കടന്നുപോയ ആ പീഡകളായിട്ടും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പിതാവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ദൈവഹിതത്തിന് മുമ്പിൽ തന്നെത്താൻ സമർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ക്രിസ്തുവിനെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളും മാതൃകയാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ അതേ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുക എന്നുള്ളതാണ്. ഇതാ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ആര് പറഞ്ഞ വാക്കുകളാണ്? യേശു ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ട വാക്കുകളാണ്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഒന്നാമത് സ്വർഗം വിട്ടിറങ്ങി വന്നു. ഗത്സമനയിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തു, ആ ക്രിസ്തുവാണ് നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. 2, നീ എൻ്റെ ചെവികളെ നിനക്ക് തുളച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 6-ാമത്തെ വാക്യമാണ്. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. എന്താണ് ഈ ചെവികൾ തുളയ്ക്കപ്പെട്ടിരിക്കുക എന്ന് പറയുന്നത്? പഴയ നിയമകാലത്തിൽ ഒരു അടിമയോ ദാസനോ വിട്ടുപോകാൻ ആ ഒരു സമയം കഴിയുമ്പോൾ സ്വതന്ത്രനായി പോകുവാൻ താല്പര്യമില്ലെങ്കിൽ കട്ടളയോട് ചേർത്ത് കാതുകൾ തുളയ്ക്കുമായിരുന്നു. പിന്നെ എന്നേക്കും ആ തുളയ്ക്കപ്പെട്ട വ്യക്തി ആ യജമാനൻ്റെ സേവകനാണ്.
അല്ലെങ്കിൽ ദാസനാണ് എന്നതുപോലെ നീ എൻ്റെ ചെവികളെ നിനക്ക് തുളച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പിതാവ്, ദൈവത്തിന് സ്തോത്രം, പിതാവിൻ്റെ മുമ്പിൽ ഇഷ്ടം ചെയ്യുവാനായി സമർപ്പിതനായൊരു ക്രിസ്തു, ഇതേ സമർപ്പണം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതാണ് കുറച്ച് മുമ്പ് ഞാൻ ഈ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞത്. നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രതിസന്ധികളുടെയൊക്കെ പരിഹാരത്തിനായിട്ട് മാത്രമാണ് യേശുവിൻ്റെ അരികിലേക്ക് പോകുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് തെറ്റുപറ്റി പലരുടെയും ജീവിതത്തിൽ നാളുകളായിട്ടും കുഴഞ്ഞ ചേറ്റിൽ അവർ കിടക്കുന്നത്, ഈ ദൈവിക സമാധാനം അവർക്ക് അനുഭവിക്കുവാൻ കഴിയാത്തത്, ഈ ആത്മീക സന്തോഷം അവർക്ക് അനുഭവിക്കുവാൻ കഴിയാത്തത്, യഥാർത്ഥമായ രക്ഷയെ അവർ ഇതുവരെയും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇതുവരെയും ശരിയായ ഒരു പാതയിൽ അവരെത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. വെറുതെ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ. അതെ, യേശുവേ യേശുവേ എന്നൊക്കെ 1000 തവണ വിളിക്കാൻ ആരെ കൊണ്ടും കഴിയും. പക്ഷേ യേശു പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അനുസരിച്ച് അവിടുത്തെ മക്കളായി, അവിടുത്തെ കൽപ്പനകൾ മരണം വരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ അതനുസരിച്ചു കൊണ്ട് ദൈവത്തിന് സ്തോത്രം ഉത്സാഹത്തോടെ ആ നാഥനെ സേവിക്കാൻ എത്ര പേർക്ക് കഴിയും? അങ്ങനെ ഉറച്ച തീരുമാനത്തോടെ മുൻപോട്ട് പോകുന്നവർക്ക് മാത്രമേ ജീവിത വിജയം സാധ്യമാകത്തുള്ളൂ, ആത്മീക അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ, അതെ, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ഉയരത്തിനോ ആഴത്തിനോ യാതൊന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ഉറപ്പോടെ നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.